കടച്ചക്ക കൊണ്ട് വളരെ രുചികരമായ രീതിയിൽ നമുക്ക് ഇറച്ചിക്കറിയൊക്കെ തയ്യാറാക്കുന്ന പോലെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അതിന് മുകളിലേക്ക് ഇത് മുട്ട വറുത്തതാണ്. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതിൻ്റെ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഈ കടച്ചക്കറിയുടെ മുകളിലേക്ക് ഇതുപോലെ മുട്ട വറുത്ത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കഴിക്കാൻ വേണ്ടി ആദ്യം ഇതുപോലെ ഗാർണിഷ് ചെയ്യുക. അതിനുശേഷം കഴിക്കുന്ന സമയത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്ന അറിയാനുള്ള വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക. അതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് നന്നായി വേവുന്ന കടച്ചക്കയാണ്. ഇത് ക്ലീൻ ആക്കിയതിന് ശേഷം 1/2 കിലോ അളവാണ്. ഇനി ഒരു മൺചട്ടിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചട്ടി ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു വലിയ സവാളയും 2 പച്ചമുളകും ഇതുപോലെ ചെറുതാക്കി നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് 1/2 ടീസ്പൂണാണ്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. മീഡിയം ഫ്ലെയിമിലാണ് ഇതെല്ലാം ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ മിക്സിങ് കറക്റ്റായി വരുമ്പോൾ ഇതുപോലെ വരുമ്പോൾ അരമുറി തേങ്ങ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്യണം. കാരണം ഈ വെളിച്ചെണ്ണയിലും സവാളയിലും കിടന്നുകൊണ്ട് ഇതുപോലെ തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതൊരു 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്യാം. ഇതെല്ലാത്തിലും ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ മിക്സിംഗ് എല്ലാം റെഡിയായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ചേർക്കുന്നത് ഗരം മസാല പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇതുപോലെ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിന് മുരിവ് കൃത്യമായതിനു ശേഷമാണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ചേർക്കുന്നത്. ഇത് മഞ്ഞൾപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ മാത്രം മതി. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച മണം മാറി വരുന്നവരെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് മുരിവ് കറക്റ്റായി വരുമ്പോഴേക്കും അതിലേക്ക് മുളക് പൊടി ചേർക്കണം. കാശ്മീരി മുളക് പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതുപോലെ ചേർത്ത് കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്യാം. ഓരോ പൊടികളും അതിൻ്റെ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്താൽ മാത്രമേ നല്ല കൃത്യമായ മുരിവ് കിട്ടുള്ളൂ. ഇത് മുരിവാകുമ്പോഴേക്കും നന്നായി പഴുത്ത തക്കാളി വലുതാണ്, ഇതുപോലെ ചെറിയ പീസുകളാക്കി ചേർത്ത് കൊടുക്കുക. ചെറുതാണെങ്കിൽ 2 തക്കാളി എടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയാണ്. നമുക്ക് ആവശ്യമുള്ളൊരു 1/4 കപ്പ് മുകളിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. അപ്പോൾ തക്കാളിയുടെയും അതുപോലെ ഈ വെള്ളമൊക്കെ ചേരുമ്പോൾ അത്യാവശ്യം നമുക്ക് വെള്ളം വേണ്ടി വരും. കാരണം കടച്ചക്ക വേവിക്കുന്നത് മൺചട്ടി തന്നെയാണ്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് വെക്കുക. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് വെക്കുക. വീണ്ടും മിക്സ് ചെയ്യാം. ഇത്രയും ഗ്രേവിയൊക്കെ നമ്മൾ അതിൻ്റെ ആ ഒരു വേവും ഒക്കെ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ കടച്ചക്ക ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചേർക്കുക. ഇത് കഴുകി ക്ലീനാക്കി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച ശേഷമുള്ള കടച്ചക്കയാണ്. കറ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വീണ്ടും ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിലാണ് ചെയ്തെടുക്കേണ്ടത്. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുക്കണം. കുക്കറിലാണെങ്കിൽ നമ്മളൊരു ആദ്യ വിസിൽ വരുന്നത് വരെ ചെയ്തെടുത്താൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ ഒരു കടച്ചക്കയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നന്നായി പുട്ടുപോലെ വേവുന്ന സ്മൂത്തായ ടേസ്റ്റായ കടച്ചക്കയാണ്. അത് ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി 3/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും, ഇത് വേവൊക്കെ അറിയാൻ സാധിക്കും. ഇനി ഒന്നുകൂടെ നമുക്കൊന്ന് ചേർത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശമൊക്കെ ഇതിൻ്റെ വേവ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ആ വേവ് ആയി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അവസാനം ചേർക്കുന്നത് നാരങ്ങ നീരാണ്. അരമുറി നന്നായിട്ട് പഴുത്ത നാരങ്ങ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. കാരണം ഈ കടച്ചക്കയിലേക്ക് നാരങ്ങൾ ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അതിനുശേഷം നമ്മുടെ കടച്ചക്ക കറി തയ്യാറായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു കടച്ചക്ക സീസൺ കൂടി ആയതുകൊണ്ട് നിങ്ങൾ കിട്ടുന്നതനുസരിച്ച് ഇതുപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറച്ചിക്കറിനേക്കാൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ആദ്യം കണ്ടതുപോലെ തന്നെ മുട്ട വറുത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കഴിക്കുമ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാവരും ഈ ഒരു റെസിപ്പി ചെയ്ത് വെക്കുക. എളുപ്പമാണ്, നല്ല ടേസ്റ്റ് ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും.